പലതരത്തിലുള്ള കണക്കുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ചിലർ വലിയ കണക്ക് പറയുന്നു, ഇത്രയും വലിയ ഹ്യൂജ് നമ്പർ പറയുന്നു, അത്രയും സീറ്റുകൾ, അത്രയും കുട്ടികൾ പ്രവേശനം കിട്ടാതെ കാത്തിരിക്കുന്നതായിട്ട് ചിലർ പറയുന്നു. സർക്കാർ ഇത്രയും നാളും പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും, അതിന് പാകത്തുള്ള സംവിധാനങ്ങളുണ്ട്, അൺഎയ്ഡഡ് സംവിധാനങ്ങളുണ്ട് എന്നൊക്കെയാണ് സർക്കാർ വിശദീകരിച്ചുകൊണ്ട്. ഇന്നലെ ഇപ്പോൾ സർക്കാർ പറയുന്നു 7400 ചില്ലറ, അതാണ് അവർ അവസാനം എത്തിയിരിക്കുന്ന ഒരു കണക്ക്. അത്രയും കുട്ടികൾക്ക് മലപ്പുറത്ത് മാത്രം, പാലക്കാട് 1200 ചില്ലറ കുട്ടികൾക്ക്, കാസർഗോഡ് ഒരു 250 കുട്ടികൾക്ക്, ഇത്രയും കുട്ടികൾക്കാണ് ഇനി സീറ്റ് കിട്ടാനുള്ളത്, അല്ലെങ്കിൽ പ്രവേശനം അപേക്ഷിച്ചിട്ട് കിട്ടാത്തത് ഇത്രയും മാത്രമാണ് എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. ഈ കണക്കുകൾ എത്രത്തോളം ആധികാരികമാണ്? ഇത്രയും മാത്രമേ ഉള്ളൂ പ്രശ്നം യഥാർത്ഥത്തിൽ? നിയമസഭയ്ക്കകത്ത് ശിവൻകുട്ടി മിനിസ്റ്റർ ഏറ്റവും റീസെൻ്റായി വായിച്ച കണക്കാണിത്. എന്നെ വിശ്വാസത്തിലെടുക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വായിച്ച കണക്കിലാണ് ഈ 7478 സീറ്റിൻ്റെ കുറവേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത്. നമുക്കറിയാം HS CAPൻ്റെ സൈറ്റിനകത്ത് തന്നെ മലപ്പുറത്ത് 82,446 അപേക്ഷകൾ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നു. മറ്റ് ജില്ലകളിൽ നിന്നുള്ള അപേക്ഷ 7606. അതിൽ അലോട്ട് ചെയ്ത സീറ്റുകൾ 50,036. എന്നിട്ട് ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞൊരു 44. ഇത് പണ്ട് മിനിസ്റ്റർ നിയമസഭയിൽ ഒരു കണക്ക് അവതരിപ്പിച്ച അതേ പരിപാടിയാണ്. അതായത് അപേക്ഷകരുടെ എണ്ണം അവിടെ നിർത്തിക്കൊണ്ട് സർക്കാരിൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ ലഭ്യമായ സീറ്റുകളുടെ എണ്ണം പറയും, അതിൽ അലോട്ട് ചെയ്ത എണ്ണം പറയും, എന്നിട്ട് ആ ഫിഗർ വളരെ ചെറിയൊരു വേക്കൻസി അവിടെ കാണിക്കും. ശരിക്കും തേർഡ് അലോട്ട്മെൻറ്റിലെ ഈ വന്ന അപേക്ഷകളിൽ അലോട്ട് ചെയ്ത സീറ്റുകൾ നോക്കിയാൽ 40,016 പേർ പുറത്താണ്. ഇതാണ് കണക്ക് കൂട്ടിയാൽ നമുക്ക് ബേസിക്കായി മനസ്സിലാവുക. കോഴിക്കോട്ട് അത് 21,077. ഇതാണ് കണക്ക്. മിനിസ്റ്റർ എന്തായാലും സ്വന്തം ഇരുന്ന് കണക്കൂട്ടി ഉണ്ടാക്കിയതല്ല, വകുപ്പ് ഉദ്യോഗസ്ഥരാണത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അവരെയാണ് ഉത്തരം പറയേണ്ടത്. കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടെ പറയുകയാണെങ്കിൽ, സർക്കാർ പറയുന്ന കണക്കെന്ന് വെച്ചാൽ സർക്കാരിന് എത്ര സീറ്റുണ്ടോ അത്രയും സീറ്റുകളുടെ എണ്ണം പറയുന്നു, എത്ര പേർക്കാണോ പ്രവേശനം കിട്ടിയത് അത്രയും പ്രവേശനം കിട്ടിയ ആളുകളുടെ പറയുന്നു. ഇതിൻ്റെ വ്യത്യാസം എത്രയാണോ അത് വേക്കൻസി ആയിട്ട് കാണിക്കുന്നു. ഇതാണോ സർക്കാർ ചെയ്യുന്നത്? അതെ, ആ ഒരു രീതിയിലുള്ള കണക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ 7478 ഫിഗർ, ആ ഫിഗർ എവിടുന്ന് വന്നാന്ന് നമുക്കൊന്നും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അത് മിനിസ്റ്റർ തന്നെ പറയേണ്ടി വരും നമുക്ക് ആ കണക്ക് എവിടുന്നാണ് കിട്ടിയെന്നുള്ളത്. നമുക്കത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൊന്നും നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ഫിഗർ അദ്ദേഹം നിയമസഭയിൽ വായിച്ചു, അത് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു. ആ കണക്ക് എവിടുന്ന് വന്നതാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതലയും അദ്ദേഹത്തിനുണ്ട്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മലപ്പുറവും കോഴിക്കോടും ജില്ലകൾ, ഈ 2 ജില്ലകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 60,000-ലധികം കുട്ടികൾ പ്രവേശനം കിട്ടാതെ അല്ലെങ്കിൽ പ്രവേശനം കാത്ത് ഇപ്പോഴും പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നമുക്കറിയാം 19-ാം തീയതി ജൂൺ 19 തേർഡ് അലോട്ട്മെൻറ്റ് വന്നു, 21 അഡ്മിഷൻ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള കണക്ക് HS CAPൻ്റെ സൈറ്റിനകത്തുള്ള റീസെൻ്റ് അപ്ഡേറ്റ്സ് ആണിത്. ഇനി ജൂലൈ 2 മറ്റോ ആണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത്. അതുവരെ കുട്ടികൾ കാത്തു നിൽക്കണം. ഏത് ഈ പറഞ്ഞ 10,000 കണക്കിന് വരുന്ന കുട്ടികൾ പിന്നെ അനിശ്ചിതത്വത്തിലാണ് അവരുടെ കാര്യം.